ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫയഹാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊരു ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് എടുത്തിട്ടുള്ളത്. ആ കോൺഫ്ലോർ ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മൈദ ചേർത്ത് കൊടുക്കുക. അപ്പോൾ 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ആണെങ്കിൽ 1 ടേബിൾ സ്പൂൺ മൈദ. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മളിത് മിക്സ് ആക്കി എടുക്കുക നന്നായിട്ട്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. അതായത് ഇതുപോലെ ഈ ഒരു ടെക്സ്ചറിൽ നമ്മളിതൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 200 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്, ബോൺലെസ് ചിക്കന്. അത് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ കോൺഫ്ലോറിൻ്റെ മൈദയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനത്തെ ഒരു പാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്. നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്യാനൊക്കെ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മുട്ട ഒന്ന് ചിക്കി പൊരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 3 മുട്ടയാണ് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എഗ് ഫ്രൈഡ് റൈസ് മാത്രമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ്റെ ആ ഒരു ഭാഗം നമുക്ക് ഒഴിവാക്കിയാൽ മതി. നമുക്ക് ഇതുപോലെ ബാക്കി എല്ലാതും ഇതേ രീതിയിൽ ചെയ്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് എന്നിട്ട് നമുക്ക് ഈ എഗ്ഗൊക്കെ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ചിക്കി പൊരിച്ചെടുത്ത് വെക്കാം. അങ്ങനെ നന്നായിട്ടൊന്ന് നമുക്ക് ഈ ഒരു എഗ്ഗൊന്ന് ഇതുപോലെ ചിക്കി പൊരിച്ചെടുത്ത് വെക്കാം. ഇനി നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി അതേ സെയിം പാനിൽ തന്നെ നമുക്ക് കുറച്ചുകൂടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ ഓരോ പീസസ് ആയിട്ട് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓരോ പീസസ് ആയിട്ട് ഇങ്ങനെ വിട്ട് ഇട്ടിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നല്ലൊരു ഗോൾഡൻ കളർ ആവുന്ന വരെ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കൂടുതലായിട്ട് ക്രിസ്പി ആയി പോവരുത്. അപ്പോൾ ഇതിൻ്റെ പകുതി ഭാഗം ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. കാരണം ഞാനിപ്പോൾ ഇതൊരു 2 പോർഷനായിട്ടാണ് ഫ്രൈഡ് റൈസ് മിക്സ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് പകുതി ചിക്കൻ ഈ പാനിൽ തന്നെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ സൈഡിലേക്കൊക്കെ ചിക്കൻ ഒന്ന് നീക്കി വെച്ചിട്ട് ആ സെയിം ഓയിൽ തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് അതോടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഫ്രൈഡ് റൈസൊക്കെ എപ്പോഴും 2 ബാച്ചായിട്ടൊക്കെ മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരിക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 1/4 കപ്പ് ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതോടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ബീൻസും ചേർക്കാം. ഇനി അടുത്തതായിട്ട് ഞാനിപ്പോൾ ഏകദേശം ഒരു 1/4 കപ്പ് അളവിൽ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഒന്ന് ചേർക്കാം. നമ്മൾ ഇതിൽ ചേർക്കുന്ന വെജിറ്റബിൾസ് ഒന്നും അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഫ്രൈഡ് റൈസിലൊക്കെ എപ്പോഴും ഒരു ഹാഫ് കുക്കായിട്ടുള്ള ഒരു വെജിറ്റബിൾസാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അധികം കുക്ക് ചെയ്യേണ്ട. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് തന്നെ വെച്ചിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോഴാണ് ആ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് വരിക. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം 1 കപ്പ് ഉണ്ട് ഇത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ബസ്മതി റൈസ്, നല്ല ലോങ് ഗ്രെയിൻ ആയിട്ടുള്ള ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം 1 മണിക്കൂറോളം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം
നന്നായി വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അധികം വെന്ത് പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒട്ടിപ്പിടിക്കാതെ ഇതുപോലെ നല്ല എല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾ വേവിച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചാലും ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരത്തുള്ളൂ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ മറിച്ചിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്യണം, ആ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ബ്ലാക്ക് പെപ്പറാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ അധികം വൈറ്റ് പെപ്പറാണ് ഉണ്ടാവുക, അത് ചേർത്ത് കൊടുക്കാം. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു നുള്ള് പഞ്ചസാര. കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക, ഒരു നുള്ള് മതി. അതെല്ലാം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് ഒരു നുള്ള് പഞ്ചസാര. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. നമ്മൾ അരി വേവിക്കുമ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, അതും കൂടെ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ എപ്പോഴും ഇങ്ങനെ ആവശ്യത്തിനുള്ള കുറച്ച് ക്വാണ്ടിറ്റി ആണല്ലോ അവർ മിക്സ് ആക്കി എടുക്കുക. അതുകൊണ്ടാണ് ആ ഒരു ഫ്രൈഡ് റൈസിൻ്റെ അത്രയും ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ നിങ്ങളും അതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ചെറുതാക്കി അരിഞ്ഞതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. സ്പ്രിംഗ് ഓണിയൻ ഫ്രൈഡ് റൈസിൽ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്, കാരണം നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നൊരു സാധനമാണ്. നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും സ്പ്രിംഗ് ഓണിയൻ ചേർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. വളരെ ഈസിയാണ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.